നിങ്ങൾ ഞങ്ങളെ ജയിപ്പിക്കൂ, ഞങ്ങൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഇതാണ് ബംഗാളിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന പ്രഖ്യാപനം എന്ന് പറയുന്നത്. നമുക്കറിയാം, കാലാകാലങ്ങളായി ബംഗാളിൽ ഒരു ഏകാധിപതിയെ പോലെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് മമതാ ബാനർജി. 2024 നമ്മൾ കേട്ട ഒരു വാർത്ത, ബംഗാളിലെ ഒരു വ്യാപാരിയുടെ വീടിനടിയിൽ ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിലൂടെ പല നുഴഞ്ഞുകയറ്റക്കാരെയും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നു. എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മൾ ചിന്തിക്കാത്ത തരത്തിൽ ആളുകളെ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഒക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ത്യയെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ബംഗാളിൽ പെട്ടെന്ന് ഒരാൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം അല്ല എന്ന് പോലുമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കാരണം അവിടെ കൊലപാതകങ്ങൾ, തീവ്രവാദങ്ങൾ, ബലാത്സംഗങ്ങൾ ഒക്കെ വല്ലാതെ പെരുകുന്ന ഒരു കാഴ്ച കൂടി ബംഗാളിൽ കാണാം. ബംഗാളിനൊരു മാറ്റം വേണം. അത് ബംഗാളിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ തെളിവാണ്. ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഇത്രയും വലിയ പോളിംഗ് ശതമാനം 23-ാം തീയതി ബംഗാളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാം ഘട്ടം നാളെ നടക്കുന്നു. അതിനിടയിൽ BJPയുടെ ഒരു വമ്പൻ പ്രഖ്യാപനം ഉണ്ടായിരിക്കും. അതായത് മമതയെ താക്കോലിട്ട് പൂട്ടി ആ താഴെ ഗംഗാജലത്തിൽ ഒഴുക്കി കളയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളത്തെ തിരഞ്ഞെടുപ്പും BJPയുടെ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ BJP പറയുന്ന കാര്യങ്ങൾ എങ്ങനെ കാണാം നമുക്കിതിനെ? ബംഗാളില് 2011 മമത വരുന്നത്. മമത വരുന്നത് പറഞ്ഞാൽ മമത നന്ദിഗ്രാം എന്ന് പറയുന്ന വിഷയം ഉയർത്തിക്കാട്ടിയാണ് വരുന്നത്. നന്ദിഗ്രാം വിഷയം എന്ന് പറഞ്ഞാൽ മണ്ണ് അല്ലെങ്കിൽ കൃഷി, ഭൂമി എന്നുള്ള ഒരു വിഷയമാണ്, അവിടുത്തെ വികാരമാണത്. ആ വികാരത്തിൽ ഊന്നിയാണ് അവിടെ 34 കൊല്ലം ഭരിച്ചിരുന്ന CPMന്റെ ഭരണത്തെ മറികടന്ന് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുന്നു. അന്ന് അവർ പറഞ്ഞിരുന്നത് സ്ത്രീ സുരക്ഷയും അല്ലെങ്കിൽ ഗുണ്ടായുസവും അല്ലെങ്കിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലേക്കുള്ള CPMന്റെ പ്രവർത്തനങ്ങൾക്കും ഒരു മാറ്റമുണ്ടാകും, അതിനാണ് എന്നെ കൊണ്ടുവരേണ്ടത്, ഞാൻ അതിന് നിങ്ങളുടെ കൂടെ കാണുമെന്ന് പറഞ്ഞു. പക്ഷേ സംഭവിച്ചത് മറിച്ചായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന CPMന്റെ ഭരണത്തിനകത്ത് ഈ കാണുന്ന ഗുണ്ടായുസവും അല്ലെങ്കിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതികളും അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷിതമല്ലാത്ത ജീവിതത്തിനും ഏത് രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉതകുന്ന ആൾക്കാരുണ്ടായിരുന്നു, അതായത് ഗുണ്ടകളുണ്ടായിരുന്നു. അവരെല്ലാം അതുപോലെ തന്നെ മമതയുടെ ഭാഗമായിട്ട് വരികയും ഈ 26 വരെ നോക്കുമ്പോൾ CPM എങ്ങനെ ഭരിച്ചു അതേ അർത്ഥത്തിൽ CPM മറ്റ് പാർട്ടികളെയും ജനാധിപത്യ സംവിധാനയും ആ രാജ്യത്തിൻ്റെ പുരോഗതിയും ഒക്കെ ഇല്ലായ്മ ചെയ്ത് ഗുണ്ടകളുടെ തേർവാഴ്ചയിൽ പോകുന്ന അതേപോലെ തന്നെ 2026 വരെ ഈ ഗുണ്ടകളെ ഉപയോഗിച്ച് ആ CPMനെ തന്നെ അടിച്ചമർത്തി ഒരു സ്വജനപക്ഷപാതത്തിലും അല്ലെങ്കിൽ നമ്മൾ ഏകാധിപതിയെ പോകുന്ന ഒരവസ്ഥയാണ്. അതായത് നമ്മൾ ഇന്ന് പറയുമ്പോൾ ഏറ്റവും പ്രബുദ്ധമായിരുന്ന ഒരു സംസ്ഥാനം, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബേസ് ചെയ്തിരുന്ന സ്ഥലമായിരുന്നല്ലോ, ബംഗാളായിരുന്നു. പല പ്രമുഖരും, അതായത് സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെ അല്ലെങ്കിൽ പല പ്രമുഖരെ, ഒരു പേര് മാത്രമേ പറയൂ, പല പ്രമുഖരെ നോക്കുമ്പോൾ അവിടെ നിന്നുള്ളവരായിരുന്നു. അതായത് ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധമായ സംസ്ഥാനം. എന്നാൽ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും മോശമായ സംസ്ഥാനം, ദാരിദ്ര്യം മാത്രമുള്ള സംസ്ഥാനം. ഇപ്പോഴും റോഡിൽ നമ്മൾ പറയത്തില്ലേ, പൊട്ടിയ കണ്ണാടി വെച്ച് റോഡിൽ ഇരുന്ന് ഷേവ് ചെയ്യുന്നത്, മനുഷ്യൻ മരിക്കുന്ന റിക്ഷകളുള്ള അതേ രീതിയിൽ ഗതികെട്ട അല്ലെങ്കിൽ ഇന്ത്യ എന്താണെന്നറിയാത്ത, ഇന്ത്യയുടെ പുരോഗതി ശകലം പോലും നുണയാൻ സാധിക്കാത്ത ഭാഗ്യം കെട്ട ജനമുള്ള ഒരിടം, അവിടെയാണ് ദീദിയുടെ വാഴ്ച. ദീദിയുടെ വാഴ്ചയ്ക്ക് പ്രധാന ഘടകം എന്ന് പറയുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളെ കയ്യിലെടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷയാണ്. പക്ഷേ ഇപ്പോൾ അതിന് മാറ്റം വരുന്നു. ദീദി അതിനൊന്നും പ്രാപ്തയല്ല. ഒരു ബലാത്സംഗത്തിന് 10 ലക്ഷം രൂപ കൊടുത്താൽ തീരുന്നത്രയും വലുപ്പമേ ഉള്ളൂ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ മാനത്തിനെന്നുള്ള രീതിയിലാണ് ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി മരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം വന്നപ്പോൾ, അത് ഇന്ത്യയിൽ കത്തിയപ്പോൾ, ലോകത്തുടനീളം കത്തിയപ്പോൾ, ആദ്യം ആ ബലാത്സംഗം ചെയ്ത ആൾക്കാർ സ്വന്തം പാർട്ടിക്കാരനായതുകൊണ്ട് അവനെ രക്ഷിക്കാൻ നോക്കി അവസാനം നിവർത്തികെട്ട് അവനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അവൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന വകുപ്പുകൾ ദുർബലമാവുകയും CBI ഏറ്റെടുത്ത് ബലപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ അതിന് പാരിതോഷികമായിട്ട് അന്ന് കൊടുത്തത് 10 ലക്ഷം രൂപയാണ്. അമ്മ പറഞ്ഞു, എൻ്റെ മകൾക്ക് വിലയിടാൻ മമതാ ബാനർജി ആയിട്ടില്ല, 10 ലക്ഷം രൂപ മേടിച്ചിട്ടില്ല. ആ സ്ത്രീ ഇന്ന് അവിടുത്തെ BJPയുടെ ക്യാൻഡിഡേറ്റാണ്. അവർ വോട്ട് പോലും ചോദിക്കുന്നില്ല. അവർ റോഡെ നടന്നു പോകുമ്പോൾ 2 സൈഡിൽ നിന്ന് സ്ത്രീകൾ കണ്ണീരോടെയാണ് അവരെ കാണുന്നത്. അതിനു മുമ്പ് സന്തോഷ് ഖാലി അറിയാമല്ലോ, ഇവരുടെ നേതാവ് ഒരു പ്രദേശത്തുള്ള
സ്ത്രീകളെ മൊത്തം അടിമകളായിട്ട് വെച്ച് പിടിച്ചുകൊണ്ടുപോയി വൈകിട്ട് ബലാത്സംഗം ചെയ്യുന്നതിന് പാർട്ടി ഓഫീസ് ഉപയോഗിച്ച് അതിനുശേഷം ബലാത്സംഗം ചെയ്ത സ്ത്രീകളെ മൊത്തവും സ്വന്തം അനുയായികൾക്ക് വീണ്ടും വീണ്ടും ബലാത്സംഗം ചെയ്യാൻ കൊടുക്കുകയും ഇത് വെളിയിൽ പറയാൻ ഒക്കാതെ വരികയും വെളിയിൽ പറയുന്നവനെ മൊത്തം ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം വെളിയിൽ വന്ന സമയം അവരും അവിടുത്തെ BJP കാൻഡിഡേറ്റ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് അവിടുത്തെ ഗുണ്ടായിസം, അതായത് ഈ ഗുണ്ടായിസം കൊണ്ട് 2011 ശേഷം ഇവരുടെ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ തുറന്നു കാട്ടാനുള്ള ഏക അവസരം വോട്ടിംഗ് ആണ്. ആ വോട്ടിംഗ് സമയത്ത് ഇവരുടെ ഗുണ്ടകൾ ഇറങ്ങി അവരുടെ ഭാഗമായിട്ടുള്ളവരെ മാത്രം വോട്ട് ചെയ്യാൻ സമ്മതിക്കുകയും ബാക്കിയുള്ളവരെ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഗുണ്ടായിസം കാണിച്ചു. ഇപ്പോൾ ഫ്ലാറ്റുകൾ മൊത്തം താമസിക്കുകയെങ്കിൽ ആ ഫ്ലാറ്റിന് മുമ്പിൽ മമതയുടെ 2 ഗുണ്ടകൾ ബൈക്കേ വന്ന് കത്തിയായിട്ട് നിൽക്കുക. പിന്നെ അവിടെ നിന്ന് ആരും ഇറങ്ങത്തില്ല. അവർക്ക് ഈ മമതയ്ക്ക് എതിരായിട്ടുള്ള പ്രദേശങ്ങൾ അല്ലെ വോട്ട് ചെയ്യാൻ സാധ്യമുള്ള അല്ലെങ്കിൽ CPM-ൻ്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും BJP ആയാലും പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിൽ ഗുണ്ടകൾ വിളയാടും. അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നൊരവസ്ഥയില്ല. തലേന്ന് കയറി എങ്ങും കേൾക്കാത്തൊരു കാര്യമൊക്കെ വിശ്വസിച്ചാൽ മതിയാവും. തലേന്ന് കയറി സർക്കാർ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഇവരുടെ ഗുണ്ടകൾ കൂടി കയറി ഐഡൻറ്റി കാർഡ്, വോട്ടർ ഐഡൻറ്റി കാർഡും തിരിച്ചറിയൽ കാർഡും മേടിച്ച് വെച്ചിട്ട് 11 മണി വരെ മമതയെ ആൾക്കാർ വോട്ട് ചെയ്യും. അതിനുശേഷം ആ വോട്ടുകൾ മൊത്തവും ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും എല്ലാം മമതയിൽ ഈ വോട്ടുകൾ ചെയ്താണ് അവരുടെ അധികാരത്തിൽ വന്നുകൊണ്ട്. ഈ പ്രാവശ്യം പറ്റിയതെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം BJPക്ക് ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയ്ക്ക് ഒരു കാരണമെന്ന് പറഞ്ഞാൽ നിരന്തരം പ്രശ്നങ്ങളും അല്ലെങ്കിൽ കുടിയേറ്റക്കാരും അല്ലെങ്കിൽ ബംഗ്ലാദേശികളും അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾ അഴിഞ്ഞാടുന്ന ഒരിടമാണ്. അവിടെ സാധാരണക്കാരന് പ്രാപ്തമായിട്ടുള്ള രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കത്തില്ലെന്ന് നിരന്തരം പ്രശ്നങ്ങളുള്ളപ്പോൾ സുപ്രീം കോടതി ഇതിനോടനുബന്ധിച്ച് നേരിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയപ്പോൾ 8 ജഡ്ജിമാരെ ഉൾപ്പെടെ തടഞ്ഞു വെച്ചു. 48 മണിക്കൂർ മൂത്രം പോലും ഒഴിക്കാൻ പറ്റും. സുപ്രീം കോടതി പറഞ്ഞു അവിടെ ജനാധിപത്യ സംവിധാനം തകർന്നിരിക്കുന്നു. ഇതുവരെ തകർന്നെന്ന് പറയുമ്പോഴൊക്കെ തകർന്നോ, ശരി നോക്കട്ടെ, എന്നാൽ അതിനകത്ത് വേണ്ട സംവിധാനം ചെയ്താട്ട്. അത് ആരെ ഏൽപ്പിക്കുന്നു? മമതയെ ഏൽപ്പിക്കും. മമതയെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ മമത പറയാം അവർക്ക് അവിടെ പോലീസിനെ നിർത്തിയിട്ടുണ്ട്. എല്ലായിടും മമതയുടെ പോലീസ് എന്നാ ചെയ്യുന്ന പണി ഞാൻ ഈ പറഞ്ഞ പണിയാണ്. ഈ പോലീസും ഗുണ്ടകളും കൂടെ ആണല്ലോ അവർക്കെതിരെ നിൽക്കുന്നവരെ മൊത്തം അടിച്ചമർത്തുന്നത്. അപ്പം കോടതി നോക്കുമ്പോൾ എല്ലാം ശരിയാണ്. എന്നാൽ മമത ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന്, അതായത് കോടതി ഉൾപ്പെടെ നിന്നു കൊടുക്കുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റത്തില്ലാത്ത സ്ഥാനത്ത് ഈ പ്രാവശ്യം കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു അവിടെ പ്രവർത്തിക്കുന്നവർ ഇന്ത്യ വിരുദ്ധ ശക്തികളാണോ എന്ന് സംശയമുണ്ട്. ഇന്ത്യക്കകത്തെ സുപ്രീം കോടതിയുടെ ജഡ്ജിമാർക്ക് പോലും വിലയില്ലാത്ത അവസ്ഥയും അവരുടെ ജീവന് ഭീഷണി വരുന്ന അവസ്ഥയും അവരെ വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്ത് കൊന്നുകളയുന്നതിന് വേണ്ടി പോലും ധൈര്യം തരുന്ന അല്ലെങ്കിൽ അത് പകരുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അവിടെ ശക്തമായ സംവിധാനം ഒരുക്കണം. പട്ടാളക്കാരെ ഇറക്കി 2.5 ലക്ഷം പട്ടാളക്കാർ ആദ്യം ഇറങ്ങി അവിടെ സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ നേരത്തെ ഉണ്ടായിരുന്നത് പോലെയുള്ള ഗുണ്ടായുസവും മറ്റു കാര്യങ്ങളും ഒന്നും നടന്നില്ല. എന്നാലും അതിനകത്ത് ഇടപെട്ട് 93% ഇതുവരെ ഉണ്ടാകാത്ത രീതിയിലേക്ക് റെക്കോർഡ് പോളിംഗ് ആണ്. ആ റെക്കോർഡ് പോളിങ്ങിനകത്ത് ഒരു കാര്യമുണ്ട് തന്നെ, ഇതുപോലെ റെക്കോർഡ് പോളിംഗ് നടന്ന ഒരവസരം അതിനു മുമ്പും അവിടെ ഉണ്ടായിരുന്നത് 2011 ആ 2011 അതുവരെ 34 കൊല്ലം ഭരിച്ചിരുന്ന ദുർഭരണത്തിനെതിരെ ആളുകൾ ഇറങ്ങി വോട്ട് ചെയ്തപ്പോഴാണ് ഏറ്റവും വലിയ പോളിംഗ് ഉണ്ടായത്. ഇതേ പോളിംഗ് തന്നെ ആയിരിക്കാം എന്ന് വിചാരിക്കും. ഏതായാലും BJP വലിയ പ്രതീക്ഷയിലാണ്. ഇപ്പൊ 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 293 സീറ്റാന്ന് തോന്നുന്നു. ഇതിനകത്ത് 2ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് ഇവരുടെ സർവാധിപത്യത്തിലാണ്. അതായത് കടന്നുകയറ്റക്കാരുടെ ഏതാണ്ട് 50ഓളം സീറ്റുകൾ അവർക്ക് മാത്രമായിട്ടുള്ളതാണ്. അത് BJPക്ക് കടന്നു കയറാൻ പറ്റാത്ത മേഖല എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് നോക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഇടത്താണ് ഇലക്ഷൻ നടക്കുന്നത്. അവർ ഇന്ന് തൊട്ടേ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരാളിനെ കൊന്നു. വളരെ വലിയ വലിപ്പത്തിൽ ഇത്രയും പട്ടാളമുണ്ടായിട്ടും അല്ലെങ്കിൽ സുപ്രീം കോടതി നിരീക്ഷണം ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥന്മാരെ വിന്യസിച്ചിട്ടും അമിത്ഷാ അവിടെ തമ്പടിച്ചിട്ടും പ്രശ്നമുണ്ടാക്കി അവരുടെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുവരുന്നതിന്, അതായത് അതുകൊണ്ട് ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് മമതയും TMC അക്രമകാരികളും ഇപ്പൊ സോഷ്യൽ മീഡിയ പറയുന്നത് മൂക്കിൽ 4 ഇടി കിട്ടിയപ്പോ സത്യം പറയാതിരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കും. ഇതുവരെ മമത പിന്നെ മോദിയെ തീർക്കും, മോദിയെ തകർക്കും, ബംഗാളിലേക്ക് മോദിയെ കയറ്റില്ല എന്നൊക്കെ വീരവാദം അടിച്ചുകൊണ്ടിരുന്നവരെ രാഹുൽ ഗാന്ധി അടക്കം. രാഹുൽ ഗാന്ധിക്കും ഒരുപക്ഷെ CPM-നും ഒക്കെ ഇപ്രാവശ്യം ഇവിടെ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അവർക്ക് പ്രതീക്ഷയുണ്ട്. കാരണം കുറെ സീറ്റുകൾ കിട്ടും. കാരണം അവർക്ക് പോലും സ്വതന്ത്രമായിട്ട് അവരുടെ ആൾക്കാരുടെ പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാനും അവർക്ക് അല്ലെങ്കിൽ സീറ്റ് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ ഈ ഗുണ്ടായുസം കൊണ്ട് നടക്കുന്നില്ല. ഇപ്പൊ 2ാമത്തെ ഇടത്ത് ഇലക്ഷൻ വരുമ്പോൾ വളരെ കൃത്യമായിട്ട് മോദി പറഞ്ഞിട്ടുണ്ട്, അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, പ്രശ്നമുണ്ടാക്കിയാൽ
തല കീഴായി കെട്ടിത്തൂക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഗുണ്ടാടുത്തവർ തല കീഴായി കെട്ടിത്തൂക്കും. അപ്പോൾ പക്ഷേ ഇപ്പം ഏറ്റവും വലിയ വീണ്ടും സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിച്ചിരിക്കുന്ന സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ നേതാവായിട്ടുള്ള മമതാ ബാനർജി കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഔട്ട് കിട്ടി. ആ മമതാ ബാനർജിക്ക് ഈ വിഷയം സ്ത്രീ പീഡനത്തിനകത്ത് മമതയുടെ നിലപാട് അല്ലെങ്കിൽ സ്ത്രീകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനകത്ത് മമതയുടെ നിലപാട് സ്ത്രീക്ക് എതിരെയുണ്ട്. പിന്നെ മാത്രമല്ല ഇപ്പം നമ്മുടെ പാർലമെന്റിൽ പാസ്സായ സ്ത്രീ വനിതാ സംവരണ ബില്ലിനെതിരെ നിന്നതും ഒക്കെ അവിടെ പ്രചാരണമായിക്കൊണ്ട് ഇപ്പം 2 ദിവസം കൊണ്ട് ഹൂഗ്ലി ഉൾപ്പെടെ ഇപ്പൊ 2ാമത് തെരഞ്ഞെടുപ്പ് നടത്താൻ നിൽക്കുന്നിടത്ത് ബംഗാളിൽ വളരെ വലിയ വാഗ്ദാനമാണ് പ്രധാനമന്ത്രി കൊടുത്തിരിക്കുന്നത്. അതായത് സർക്കാർ 33% സംവരണം ജോലികൾക്ക് സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കും. കാരണം പറയുകയല്ലല്ലോ, അത് പ്രവർത്തിക്കുകയോടെ ചെയ്യും. അതുപോലെ തന്നെ 1 കൊല്ലം അക്കൗണ്ടിൽ 36,000 രൂപ അക്കൗണ്ടിൽ കൊടുക്കുമെന്ന് പറയുന്നത് വാർഷികമായിട്ട് 36,000 രൂപ നിസ്സാരമായിട്ടല്ല. അതുപോലെ 5 ലക്ഷം രൂപയുടെ ചികിത്സാ സൗജന്യ നമ്മൾ പൈസ അടച്ചാണ് സാധാരണ ഇൻഷുറൻസ് എടുക്കണം, ഇത് അത് വേണ്ട, സൗജന്യ ചികിത്സാ സഹായം കൊടുക്കുമെന്നും അതുപോലെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് 50,000 രൂപ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ. അപ്പൊ ഈ രീതിയിലേക്കുള്ള വലിയ വാഗ്ദാനം മോദി കൊടുത്തിരിക്കുന്നു. 2ാം ഘട്ട തിരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ 1ാം ഘട്ടത്തിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പ്രസവത്തിനും പ്രസവത്തിന് 21,000 സംബന്ധിച്ച് അവര് പ്രൈവറ്റ് ആശുപത്രി പോലെ മിക്കതും ഈ കേരളം വിട്ടു കഴിഞ്ഞാൽ മിക്കവരും ഒക്കെ ഗവൺമെന്റ് ആശുപത്രി ആശ്രയിക്കുന്നവരാണ്. അപ്പൊ ഇത്രയും ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അവരും ചിന്തിക്കും ഈ നുഴഞ്ഞുകയറ്റക്കാർക്ക് മാത്രം സ്വീകരണം ഒരുക്കുന്ന മമതയല്ല BJP എന്നുള്ളത് ബംഗാളിലെ ജനങ്ങൾക്ക് മനസ്സിലാവും കുറെ കൂടി. അതെ അതെ. അപ്പം സ്ത്രീകളെ പൂർണ്ണമായിട്ടും ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അവർക്ക് ഉറപ്പ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അവിടെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ നാളെ കാലത്തെ BJP വന്നാൽ വലിയൊരു പുരോഗതിയും അല്ലെങ്കിൽ സ്ത്രീകൾ സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാറ്റി മാറ്റും. 33% സംവരണം സർക്കാർ ജോലിയിൽ കിട്ടുമെന്ന് പറയുമ്പോൾ സ്ത്രീകൾ പ്രധാന ഘടകമാകുമല്ലോ. അല്ലെങ്കിൽ ഇത്തരത്തിൽ പഠിക്കാൻ മാർഗമില്ലാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സർക്കാർ തയ്യാറാകുമ്പോൾ അതൊരു ഘടകമാകുമല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന 21,000 രൂപ ഒരു പ്രസവത്തിന് കൊടുക്കുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അതൊരു ആശ്വാസമല്ല. അല്ലെങ്കിൽ സ്ത്രീകളെ പൂർണ്ണമായിട്ടും സംരക്ഷിച്ചു പോകുന്നത്. അതായത് സ്ത്രീ വോട്ടർമാർ മമതയ്ക്ക് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരവും അല്ലെങ്കിൽ ഒരു തോന്നലും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലും അവിടുത്തെ ഗുണ്ടാ രാഷ്ട്രീയത്തിനെ അതിജീവിച്ച് ഒരുപക്ഷെ കേന്ദ്രസേനയുടെ സഹായത്തോടു കൂടി മമതയോടുള്ള വെറുപ്പ് വോട്ടായി മാറിയാൽ അത് ഫസ്റ്റിലെ വന്നിട്ടുള്ള ആ പോളിംഗ് ശതമാനത്തിന്റെ കൂടുതൽ ഈ മമതയോടുള്ള വെറുപ്പാണെങ്കിൽ 2011 CPM-നോടുള്ള വെറുപ്പ് പോലെ വെറുപ്പാണെങ്കിൽ BJPക്ക് നേട്ടമുണ്ടാകും. ഇനി 2ാം ഘട്ടത്തിൽ മമതയുടെ അപ്രമാദിത്വത്തിൽ ഗുണ്ടായുസത്തിൽ നിൽക്കുന്ന ഇടമാണ്. അവിടെയും BJP കടന്നു കയറുന്ന ഒരു അവസ്ഥ വന്നാൽ അല്ലെങ്കിൽ മാറ്റത്തിന് വോട്ടായാൽ അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു അവസ്ഥ വന്നാൽ ഒരുപക്ഷെ പശ്ചിമ ബംഗാൾ BJP പിടിച്ചാൽ അത്ഭുതപ്പെടാനില്ല എന്ന് പറയേണ്ടി.